Hello friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെ എൻ്റെ ചാനൽ ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ 30,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു 3 ഫോൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ ഫോൺ ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം പറഞ്ഞിട്ടാണ്. ഞാൻ പറയുന്ന ഫോണിൻ്റെ റേറ്റ് ഞാൻ ഏറ്റവും താഴ്ന്ന വേരിയൻ്റ് റേറ്റേ പറയുള്ളൂ. അടുത്ത കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും കീ സ്പെസിഫിക്കേഷൻസ് മാത്രമേ പറയുള്ളൂ. ഉദാഹരണത്തിന് ഡിസ്പ്ലേ, സ്റ്റോറേജ്, റാം, ബാറ്ററി, ക്യാമറ, പ്രൊസസ്സർ, ഈ വരുന്ന 6 കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് പറയുള്ളൂ. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ താല്പര്യപ്രകാരം എനിക്ക് ഇഷ്ടപ്പെട്ട 30,000 രൂപയ്ക്ക് താഴെയുള്ള 3 സ്മാർട്ട് ഫോൺസാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ 3 സ്മാർട്ട് ഫോൺസാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻസും. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ ഒരു സ്മാർട്ട് ഫോൺ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കാണണം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. സമയങ്ങളാണ് നമുക്ക് നമ്മുടെ ഇടയ്ക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് നമ്മുടെ സ്വന്തം ഓപ്പോ കമ്പനീൻ്റെ ഓപ്പോ റെനോ 3 Pro. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചസിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തത്. ഒപ്പം ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 10 എന്നാണ്. ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയാടെക് ഹീലിയോ P95 ആണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻസ് ആണ്. ഇതിന് 2 സ്റ്റോറേജ് വേരിയൻസ് ആണുള്ളത്. 128 GB ഇൻറ്റർണൽ സ്റ്റോറേജും 8 GB റാമും, 256 ഇൻറ്റർണൽ സ്റ്റോറേജും 8 GB റാമും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ടുള്ള 4025 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരെ കൊടുത്തത്. ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്കിൽ കോഡ് ക്യാമറ 4 ക്യാമറ സിസ്റ്റമാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തത്. ഒരു 64 MP ഒരു മെയിൻ ക്യാമറ, പിന്നെ ഒരു 13 MP ഒരു ക്യാമറ, ഒരു 8 MP ക്യാമറ, ഒരു 2 MP ഒരു ക്യാമറ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ക്യാമറ ഉണ്ട്. ഡുവൽ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിന് അവർ കൊടുത്തത്. 44 MP ഒരു മെയിൻ ക്യാമറയും 2 MP ഒരു അടുത്തൊരു സെക്കൻഡറി ക്യാമറ ആയിട്ട് 2 ക്യാമറ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവർ കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം. മീഡിയാടെക് ഹീലിയോ P95 ആദ്യമായിട്ട് കൊണ്ടുവന്ന സ്മാർട്ട് ഫോൺ ഇത് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കീ ആയിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്പെക്ക്. ഞാൻ ആദ്യമേ നിങ്ങളെ ഓർമ്മിച്ചിട്ടുണ്ട്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഞാൻ ഈ പറയുന്ന 3 സ്മാർട്ട് ഫോണിൻ്റെയും ഏറ്റവും ലോ വേരിയൻറ്റിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ ഓപ്പോ റെനോ 3ൻ്റെ റേറ്റ് വന്നിട്ട് 27,240 ആണ്. 27,240 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളെ രണ്ടാമത്തെ സ്മാർട്ട് ഫോണിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ റിയൽമി X2 Pro. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കിടക്കുകയാണെങ്കിൽ 90 ഹെഡ്സിൻ്റെ അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തത്. ഇതിൻ്റെ സൈസ് വരുന്നത് 6.5 ഇഞ്ചസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇവർ കൊടുത്ത സൈസ്. നേരത്തെ പറഞ്ഞ ഓപ്പോ റെനോ 3 Proനെക്കാട്ടി 1.1 ഇഞ്ച് കൂടുതലാണ് കേട്ടോ. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സർ വരുന്നത്. നല്ല കിഡിലോസ്കി ഫോണിനാണ് ഈ ഒരു റിയൽമി X2 Pro. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻസിലേക്ക് എടുക്കാം. ഇതിന് 3 വേരിയൻസ് ആണുള്ളത്. ഒരു 64 ഇൻറ്റേർണൽ സ്റ്റോറേജും 6 GB റാമും വരുന്നത് ഒരു വേരിയൻറ്റ്. അടുത്ത വേരിയൻറ്റ് വരുന്നത് 128 ഇൻറ്റേർണൽ സ്റ്റോറേജും 8 GB റാമും. അടുത്ത വേരിയൻറ്റ് 256 ഇൻറ്റേർണൽ സ്റ്റോറേജും 12 GB റാമും. ഇങ്ങനെ വരുന്ന 3 വേരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി X2 Proന് ഇവർ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള 4000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇവർ കൊടുത്തത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക് ക്യാമറ കോഡ് ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ 4 ക്യാമറ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 16 MP ഒരു ക്യാമറ, ഒരു 13 MP ഒരു ക്യാമറ, ഒരു 8 MP ക്യാമറ, മറ്റൊരു 8 MP ക്യാമറ. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ക്യാമറ മാത്രമാണുള്ളത്. 16 MP സിംഗിൾ ക്യാമറ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരെ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂണീക്ക് സ്പെക്കിലേക്ക് കിടക്കാം. ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ചാർജിങ് എന്നുള്ള ഒരു പേരിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ചാർജ് കയറുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. 50 വാട്ട്സിൻ്റെ ആണ്. ഏകദേശം 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് 100% ചാർജ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. ഇതിന് 3 വേരിയൻസ് ആണുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും താഴ്ന്ന വേരിയൻ്റ് റേറ്റ് വരുന്നത് 29,999 ആണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെയും ഏറ്റവും അവസാനത്തെയും സ്മാർട്ട് ഫോൺ നമ്മുടെ സ്വന്തം SUSൻ്റെ ആണ്. SUS 6Z.
ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കിടക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വഴി കൊടുത്തത്. ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 855 ആണ്. നമ്മുടെ Realme X2 Proൻ്റെ 855+ ആണ്. ഇതിൻ്റെ 855 ആണ്. നമുക്ക് 3 വേരിയൻസിലാണ് കിട്ടുക. 6GB 64GB 6GB 128GB 8GB 256GB എന്നിങ്ങനെ 3 വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ടുള്ള നമുക്ക് 5000 mAh ഒരു ബാറ്ററി കിട്ടും. നമ്മുടെ Reno 3 Proൻ്റെ ആണെങ്കിൽ 4025 Realme X2 Proൻ്റെ 4000 ആണ്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് Asus 680 വരുന്നത് 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ 48 MP ഒരു ക്യാമറയും ഈ ഒരു ക്യാമറ എടുത്താൽ നമ്മുടെ ഈ ബാക്ക് ക്യാമറ ഇല്ല, ആ ബാക്ക് ക്യാമറ തന്നെ ഫ്ലിപ്പായിട്ടാണ് ഫ്രണ്ടും ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ കിട്ടുന്ന അതേ ക്യാമറ നമുക്ക് ഫ്രണ്ടിലേക്കും കിട്ടും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ തന്നെയാണ്. ആദ്യമായിട്ടാണ് ബാക്കിലുള്ള അതേ ക്യാമറ ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്യാമറ ആദ്യം കൊണ്ടുവന്നത് Asus 6Z ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും താഴ്ന്ന വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 27,999 രൂപയാണ്. ഫ്രണ്ട്സ്, ഈ ഒരു 3 സ്മാർട്ട് ഫോൺസാണ് ഞാൻ പറഞ്ഞ 30,000 രൂപയ്ക്ക് താഴെയുള്ള നല്ല അടിപൊളി സ്മാർട്ട് ഫോൺസ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് വെച്ചാൽ Realme X2 Pro തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ Reno 3 Pro ആണ്. പിന്നെ എനിക്ക് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നിയത് നമ്മുടെ Asus 6Z ആണ്. സംഭവം റേറ്റ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഫോൺ എനിക്ക് തോന്നിയത് Realme X2 Pro തന്നെയാണ്. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ നിശാൽ സൈനിങ് ഔട്ട്.